റെസൽമേനിയ 41 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരേക്കും റെസൽമേനിയയിൽ മൊത്തം 14 മാച്ചാണ് കൺഫേം ചെയ്തത്. ഇതിൽ ഒരു മാച്ച് ക്യാൻസലായി പോയിട്ടുണ്ട്. റാൻഡി ഓർട്ടൺ വേഴ്സസ് കെവിൻ ഓവൻസ് ഇവരുടെ മാച്ച്. അപ്പോൾ അതിന് പകരം എന്തെങ്കിലും ഓപ്പൺ ചാലഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു മാച്ച് ഒഴികെ ബാക്കി മൊത്തം 13 മാച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 6 മാച്ച് നൈറ്റ് 2-ലും 7 മാച്ച് നൈറ്റ് 1-ലുമാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ കെവിൻ ഓവൻസിന് ഇഞ്ചുറി സംഭവിച്ചതുകൊണ്ട് ആ മാച്ച് ഒഴിവായി പോയത്. ചിലപ്പോൾ ആ ഒരു മാച്ച് നിക്കാൾഡിൻസ് ഇടപെട്ട് നിക്കാൾഡിൻസുമായിട്ട് റാൻഡി ഓർട്ടൻ്റെ കൂടെ മാച്ച് വെച്ചേക്കാം. അല്ലെങ്കിൽ റുസേവ് അല്ലെങ്കിൽ അലിസ്റ്റർ ബ്ലാക്ക് ഇവരെയെല്ലാം കൊണ്ടുവന്ന് റാൻഡി ഓർട്ടൻ്റെ കൂടെ മാച്ച് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 14 മാച്ചായിരിക്കും റെസൽമേനിയയിൽ നടക്കുക. അപ്പോൾ റാൻഡി ഓർട്ടന് ഇപ്രാവശ്യം എന്തായാലും ഒരു മാച്ച് ഉണ്ടാകും. ഇനി വരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ സോളോ സിക്കാവയുടെ കൂടെ എങ്ങനെ മാച്ച് കൺഫേം ചെയ്യുമോ എന്നറിയില്ല. അപ്പോൾ ആ മാച്ചൊക്കെ കൺഫേം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതിലും നല്ലതാണ് നിക്കാൾഡിൻസിനെ കൊണ്ടുവന്ന് മാച്ച് കൊടുക്കുന്നത്. സോളോ സിക്കാവയുടെ കൂടെ മാച്ച് വെച്ചാൽ ഒട്ടും സെറ്റാവില്ല. അപ്പോൾ നിക്കാൾഡിൻസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ആട് കൊണ്ടുവരുന്ന റെസ്ലറുമായിട്ടായിരിക്കാം റാൻഡി ഓർട്ടൻ്റെ മാച്ച് വരിക. എന്തായാലും റാൻഡി ഓർട്ടൻ്റെ മാച്ച് ഉണ്ടാകും. അപ്പോൾ റെസൽമേനിയ മറക്കാതെ എല്ലാവരും കാണുക. 149 രൂപയുടെ പ്ലാൻ നല്ല പ്ലാനാണ്. നെറ്റ്ഫ്ലിക്സിൽ 480p ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ റെസൽമേനിയ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഓഫർ എല്ലാം ചെയ്യാവുന്നതാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ. പിന്നെ എല്ലാ പ്രൊഡിക്ഷൻ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. ഞാൻ പറയുന്ന എല്ലാ പ്രൊഡിക്ഷൻസും 100% ഉറപ്പായിരിക്കുമെന്ന് പറയുന്നില്ല, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് റെസൽമേനിയ നൈറ്റ് 1-ലെ മാച്ചുകളാണ് ആദ്യം പറയാൻ പോകുന്നത്. അതിനുശേഷം നൈറ്റ് 2-ലെ മാച്ച് എല്ലാം നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് നയോമി വേഴ്സസ് ജെറ്റ് കാർഗിൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചല്ല ശരിക്കും പ്ലാൻ ചെയ്തത് ബിയാങ്ക ബെലറിന്റെ കൂടെയുള്ള മാച്ചാണ്. പിന്നീട് ആ മാച്ച് പ്ലാൻ എല്ലാം ക്യാൻസൽ ചെയ്താണ് നയോമി അറ്റാക്ക് ചെയ്തതുപോലെ കാണിച്ചുകൊണ്ട് ഇവർക്ക് റെസൽമേനിയയിൽ മാച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, ജെറ്റ് കാർഗിലാണ് ഈ ഒരു മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. ഈ മാച്ച് ചിലപ്പോൾ നല്ല മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പ്രൊഡിക്ഷൻ ജെറ്റ് കാർഗിൽ. അടുത്ത മാച്ച് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, അതായത് വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻസായ വാർ റൈഡേഴ്സ് വേഴ്സസ് ന്യൂ ഡേ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ പ്രൊഡിക്ഷൻ വരുന്നത് ന്യൂ ഡേ ടീം വിൻ ചെയ്തുകൊണ്ട് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും എന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതായത് WWE കുറച്ച് മുൻപ് ചെയ്ത സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ബിഗിയെ വെച്ച് ഒരു സ്റ്റോറി ലൈൻ ചെയ്ത് ബിഗിനെ കളിയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു കോഫി കിസ്റ്റനും സേവിയർ വുഡ്സും. ഒരു പക്ഷേ ഇതേ സ്റ്റോറി ലൈൻ റെസൽമേനിയയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ന്യൂഡേ ടീം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എങ്ങാനും ബിഗി എൻട്രൻസിൽ വരികയോ ഇവരുടെ ശ്രദ്ധ തെറ്റിക്കുന്നത് പോലെയോ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസരത്തിൽ വാർ റൈഡേഴ്സ് അവരുടെ ഫിനിഷർ കോഫി കിസ്റ്റൻ അല്ലെങ്കിൽ സേവിയർ വുഡ്സ് ഇവർക്ക് കൊടുത്തുകൊണ്ട് സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ വാർ റൈഡേഴ്സ് തന്നെ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും എന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രൊഡിക്ഷൻ വരുന്നത് ന്യൂ ഡേ ടീം ന്യൂ ചാമ്പ്യൻസ് ആകും എന്നാണ്. പിന്നെ ന്യൂ ഡേ ടീമിൻ്റെ ഹീൽ ടൈമിന് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് ആവശ്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ കാണിച്ചതുകൊണ്ടാണ് ഞാൻ വാർ റൈഡേഴ്സ് സ്റ്റിൽ ചാമ്പ്യൻസ് ആകും എന്ന് പറഞ്ഞത്. അടുത്ത മാച്ച് റെയ് മിസ്റ്റീരിയോ വേഴ്സസ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിൽ എന്താണ് സംഭവിക്കുക, ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ വിൻ ചെയ്യാൻ സാധ്യതയുള്ളത് റെയ് മിസ്റ്റീരിയോ ആണ്. അതായത് റെയ് മിസ്റ്റീരിയോ ഈ മാച്ച് വിൻ ചെയ്ത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ, അതായത് ചാറ്റ് കേബിളിന്റെ മുഖമൂടിയെല്ലാം ഊരിക്കൊണ്ട് ചാറ്റ് കേബിളാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള സത്യം റെസൽമേനിയയിൽ തെളിയിക്കും. ഇതാണ് ഈ മാച്ചിന്റെ ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നത്. നേരെ മറിച്ച് ഈ മാച്ച് സാധാരണ ചാറ്റ് കേബിളിനും റെയ് മിസ്റ്റീരിയോയ്ക്കും നടക്കുകയാണെങ്കിൽ റെയ് മിസ്റ്റീരിയോ വിൻ ചെയ്യുമെന്ന് ഞാൻ പ്രൊഡിക്ഷൻ പറയില്ല. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ചാറ്റ് കേബിൾ ആയിരിക്കും. പക്ഷേ എൽ ഗ്രാൻഡ് അമേരിക്കാനോ റെയ് മിസ്റ്റീരിയോയുടെ കൂടെ ഒന്ന് തോൽക്കാനാണ് ചാൻസ്. എന്നിട്ട് മാസ്ക് എല്ലാം റിമൂവ് ചെയ്തേക്കാം. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ റെയ് മിസ്റ്റീരിയോ. അടുത്ത മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജേക്കബ് ഫാട്ടു വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റ്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് സ്റ്റോറി ലൈനൊന്നും ഇല്ലാതെ പെട്ടെന്ന് വന്ന ഒരു മാച്ചാണ്. അതായത് യാതൊരു കണക്ഷനും ഇല്ലാതെ വന്ന മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചത് സോളോ സിക്കാവ വേഴ്സസ് ജേക്കബ് ഫാട്ടു മാച്ച് വരും എന്നാണ്. എന്നാൽ ആ മാച്ചെല്ലാം WWE ഒഴിവാക്കിക്കൊണ്ടാണ് LA നൈറ്റിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ ജേക്കബ് ഫാട്ടു ചാമ്പ്യൻ ആവുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ LA നൈറ്റ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ്. ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാച്ചിന്റെ അവസാനത്തിൽ സോളോ സിക്കാവ സഹായിക്കാൻ വരുന്നതായിട്ടും അത് അവസാനം ജേക്കബ് ഫാട്ടുവിന് തന്നെ പാരയാവുന്നത് പോലെയും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് LA നൈറ്റ് BFT എല്ലാം കൊടുത്ത് അല്ലെങ്കിൽ റോൾ പിൻ ചെയ്തുകൊണ്ട് LA നൈറ്റ്
സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത്. ജേക്കബ് ഫട്ടു US ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധ്യത കുറവായിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ കാരണം സമ്മർ സ്ലാം ആണ്. അതായത് സമ്മർ സ്ലാമിലേക്ക് ജേക്കബ് ഫട്ടു വേഴ്സസ് സോളോ സിക്കാവ മാച്ച് ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറി സ്റ്റാർട്ടിങ് ഈ റെസൽമേനിയയിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെയൊന്നും യാതൊരു ആവശ്യവുമില്ല. ഇവർക്ക് തന്നെ സ്മാക്ക് ഡൗണിൽ പല പ്രാവശ്യം കാണിച്ചുകൊണ്ട് നേരെ റെസൽമേനിയയിൽ മാച്ച് വെച്ചാൽ മതിയായിരുന്നു. WWE വളഞ്ഞ് മൂക്ക് പിടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അപ്പോൾ സോളോ സിക്കാവ വരാണെങ്കിൽ ഈ മാച്ചിൽ LA Knight ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതല്ല ക്ലീൻ മാച്ച് ആണെങ്കിൽ ജേക്കബ് ഫട്ടു ജയിക്കും. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ LA Knight ആണ്. കുറച്ച് മുൻപ് തന്നെ നാക്കമോറയുടെ കൂടെ ഡൗൺ ആക്കി വിട്ടു. വീണ്ടും അങ്ങനെ ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ LA Knight സ്റ്റിൽ ചാമ്പ്യൻ. അടുത്ത മാച്ച് വുമൻസ് ചാമ്പ്യൻഷിപ്പ്. വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്റ്റാറ്റൻ വേഴ്സസ് റോയൽ റംബിൾ വിന്നറായ ഷാർലറ്റ് ഫ്ലെയർ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ വളരെ സിമ്പിളായിട്ട് കണ്ണടച്ച് പ്രിഡിക്റ്റ് ചെയ്യാം. അതായത് ഷാർലറ്റ് ഫ്ലെയർ ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. അതായത് ഷാർലറ്റ് വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകുമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡിക്ഷൻസ് എല്ലാം വരുന്നത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം അതൊന്ന് മാറ്റി പിടിക്കുകയാണ്. അതായത് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഷാർലറ്റ് അല്ല, എന്നാൽ ഏറ്റവും കൂടുതൽ ഇവരുടെ പേരാണ് വരുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ഈ മാച്ചിൽ ടിഫനി സ്റ്റാറ്റൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ്. ഇതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ടിഫനി സ്റ്റാറ്റൻ ഇപ്പോഴാണ് ചാമ്പ്യൻഷിപ്പ് എല്ലാം ജയിച്ച് വന്നിട്ടുള്ളത്. അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് തോൽപ്പിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ടിഫനി സ്റ്റാറ്റൻ ഷാർലറ്റിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കരിയറിൽ അത് വലിയൊരു സംഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് ടിഫനി തന്നെയാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. രണ്ടാമത്തെ കാരണം WWE ഫാൻസ് എപ്പോഴും പറയുന്നതാണ്. അതായത് ഷാർലറ്റ് റിട്ടയർ ചെയ്ത അപ്പോൾ തന്നെ ചാമ്പ്യൻഷിപ്പ് മാച്ച് അല്ലെങ്കിൽ നമ്പർ 1 കണ്ടൻറ്റേഴ്സ് മാച്ച് എല്ലാം കൊടുത്ത് എപ്പോഴും ഇങ്ങനെയാണ് കാണിക്കുന്നത്. ആ ഒരു കുറ്റപ്പെടുത്തലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ടിഫനി തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ടിഫനി എങ്ങാനും ഷാർലറ്റിനെ തോൽപ്പിക്കുകയാണെങ്കിൽ അതൊരു സംഭവമായിരിക്കും. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ടിഫനി സ്റ്റാറ്റൻ സ്റ്റിൽ ചാമ്പ്യൻ. അപ്പോൾ ഈ പ്രൊഡിക്ഷന് മാക്സിമം എൻ്റെ പാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ടിഫനിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വേൾഡ് ചാമ്പ്യനായ ഗന്തർ വേഴ്സസ് റോയൽ റംബിൾ വിന്നറായ ജയ് ഉസോ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് കൂടുതലായിട്ട് വലിച്ചു നീട്ടി പറയേണ്ട ആവശ്യമോ അല്ലെങ്കിൽ സ്റ്റോറി ലൈൻ നോക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഈ മാച്ചിൽ ജയ് ഉസോയാണ് വിൻ ചെയ്ത് ന്യൂ വേൾഡ് ചാമ്പ്യൻ ആവാൻ പോകുന്നത്. ഗന്തർ ഈ മാച്ച് തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. അഥവാ ജയ് ഉസോ ഈ മാച്ച് തോൽക്കുന്നത് പോലെ WWE കാണിച്ചു കഴിഞ്ഞാൽ ജയ് ഉസോയ്ക്ക് ഇതുവരെ കൊടുത്തുകൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അതോടുകൂടി തീരുമാനമാകും. ജയ് ഉസോയുടെ ഈറ്റെല്ലാം അതോടുകൂടി കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജയ് ഉസോ തന്നെയാണ് വിൻ ചെയ്ത് റെസൽമേനിയയിൽ ഈറ്റടിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജയ് ഉസോ. ഒരു പക്ഷേ ഈ മാച്ചിൻ്റെ ക്ലൈമാക്സിൽ ജിമ്മി ഉസോ എല്ലാം വന്നുകൊണ്ട് ഗന്തറിൻ്റെ ശ്രദ്ധയെല്ലാം തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലെ ഒരു സ്റ്റോറി ലൈനും കാണിച്ചിട്ടുണ്ട് റോയില്. എന്നിട്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ചേട്ടനെ നീനും സെലിബ്രേറ്റ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ജയ് ഉസോ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ചെയ്യുക. ഇനി റെസൽമേനിയ 91ൻ്റെ മെയിൻ ഇവന്റ് മാച്ച് നോക്കാം. റെസൽമേനിയ 91ൽ മെയിൻ ഇവന്റായി നടക്കാൻ പോകുന്നത് ട്രിപ്പിൾ ത്രെഡ് മാച്ചാണ്. റോമൻ റെയ്ൻസ്, CM പങ്ക്, സെത്ത് റോളൻസ് ഇവർക്കാണ് ഈ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് സ്റ്റോറി ലൈൻ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഈ മാച്ചിൻ്റെ സ്റ്റോറി ലൈൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ 100% സെത്ത് റോളൻസ് ആണ് വിൻ ചെയ്യേണ്ടത്. അതുപോലെ റോമൻ റെയ്ൻസിനെ നോക്കുന്ന സമയത്ത് റോമൻ റെയ്ൻസ് കഴിഞ്ഞ റെസൽമേനിയയിൽ തോറ്റു. ഈ റെസൽമേനിയയിലും തോൽക്കുമ്പോൾ എന്നുള്ള ഡൗട്ട് WWE ഫാൻസിനുണ്ട്. അപ്പോൾ റോമൻ റെയ്ൻസിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ CM പങ്കിനെ നോക്കുന്ന സമയത്ത് CM പങ്ക് WWE നിന്നും പോയതിനു ശേഷം 10 വർഷമെല്ലാം കഴിഞ്ഞു വന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന റെസൽമേനിയാണ് ഇത്. അതും CM പങ്കിൻ്റെ ഡ്രീമായ മെയിൻ ഇവന്റ് മാച്ച്. അപ്പോൾ CM പങ്കിനും ഈ മാച്ചിൽ വിജയ സാധ്യതയുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ ഞാൻ എങ്ങനെയാണ് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരു റെസ്ലറെ എന്തായാലും ഉറപ്പായിട്ടും പറയും. പക്ഷെ 2 ടൈപ്പിലാണ് പറയാൻ പോകുന്നത്. അതായത് ഈ മാച്ചിൽ പോൾ ഹേമൻ എങ്ങാനും റോമൻ റെയ്ൻസിനെ ചതിച്ചുകൊണ്ട് സെറ്റിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ സെത്ത് റോളൻസ് ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അതുപോലെ റോമനെയും CM പങ്കിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും സെത്ത് റോളൻസ് മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതല്ല എൻ്റെ പ്രൊഡിക്ഷൻ. എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ഈ മാച്ചിൽ 100% CM പങ്ക് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതായത് ഞാൻ പറഞ്ഞതുപോലെ CM പങ്കിൻ്റെ ഡ്രീമാണ് റെസൽമേനിയ മെയിൻ ഇവന്റ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഡ്രീമിൽ തന്നെ
CM പങ്ക് തോൽക്കുന്നത് പോലെ കാണിക്കാനൊന്നും ചാൻസ് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് CM പങ്കാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. CM പങ്കിന് പോൾ ഹേമൻ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ CM പങ്ക്. പിന്നെ ഈ മാച്ചിൽ സെത്തോ റോമനും ഒന്നിച്ചുകൊണ്ട് ഷീൽഡ് പവർ ബം എല്ലാം CM പങ്കിനെ ടേബിളിൻ്റെ മുകളിലേക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് 1ലെ പ്രൊഡിക്ഷൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാം. ഇനി നൈറ്റ് 2ലെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് എല്ലാം പറയാം. ഫസ്റ്റ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നോക്കാം. വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻസായ ലിവ് മോർഗൻ ആൻഡ് റക്കിയൽ വേഴ്സസ് IC ചാമ്പ്യൻ ലൈറ വൽക്കീരിയ ആൻഡ് ബെയ്ലി ഇവർക്കാണ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ഏത് ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ മാച്ചിൽ ബെയ്ലി ആൻഡ് ലൈറ വൽക്കീരിയ വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതായത് ഇവർ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻസ് ആയേക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലിവ് മോർഗൻ റക്കിൽ റോഡ്രിഗസ് ഇവർ എപ്പോഴും ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ട് ഫാൻസിനൊന്നും അതൊന്നും അത്രയ്ക്ക് താല്പര്യമായിട്ടില്ല. അതുകൊണ്ട് ബെയ്ലി ലൈറ വൽക്കീരിയ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്താലുള്ള മറ്റൊരു ഗുണം ലൈറ വൽക്കീരിയയ്ക്ക് ഡബിൾ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും IC ചാമ്പ്യൻഷിപ്പും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ബെയ്ലി ആൻഡ് ലൈറ വൽക്കീരിയ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻസ് ആകും എന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രൊഡിക്ഷൻ വരുന്നത് ലിവ് മോർഗൻ ടീമിനാണ്. പക്ഷേ എൻ്റെ പ്രൊഡിക്ഷൻ ബെയ്ലി ടീമിന്. അടുത്ത മാച്ച് ഡ്രൂ മാക്കൻടയർ വേഴ്സസ് ഡാനിയൽ പ്രീസ്റ്റ്. ഇതൊരു സാധാരണ മാച്ചല്ല, സിൻ സിറ്റി സ്ട്രീറ്റ് ഫൈറ്റ് മാച്ചായിട്ടാണ് ഈ മാച്ച് നടത്തുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? ഇവരുടെ സ്റ്റോറി ലൈൻ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻടയർ ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഡ്രൂ മാക്കൻടയറിൻ്റെ ചാമ്പ്യൻഷിപ്പ് റെസൽമേനിയയിൽ കളഞ്ഞത് ഡാനിയൽ പ്രീസ്റ്റ് ആണ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത്. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ ഡ്രൂ മാക്കൻടയർ ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവരുടെ സ്റ്റോറി ലൈനിനെ പറ്റി പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനായിട്ടില്ല. റോയൽ റംബിളിൽ ചെയ്ത സമയത്ത് പാളിപ്പോയി. പിന്നീട് എലിമിനേഷൻ ചേംബർ ആ ടൈമിലൊക്കെയാണ് സെറ്റാക്കിയത്. എന്തായാലും നല്ല അടിപൊളി മാച്ച് കാണാൻ സാധിക്കും. നിറയെ ഫിനിഷർ ഇവർ രണ്ടുപേരും കിക്കൗട്ട് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ച് എങ്ങനെ പോയാലും എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കൻടയർ ആണ്. ഡ്രൂ മാക്കൻടയർ ഈ മാച്ച് വിൻ ചെയ്യും. അടുത്ത മാച്ച് AJ സ്റ്റൈൽസ് വേഴ്സസ് ലോഗൻ പോൾ. ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ AJ സ്റ്റൈൽസ് വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിന് കാരണമുണ്ട്, AJ സ്റ്റൈൽസ് കഴിഞ്ഞ റെസൽമേനിയയിൽ LA നൈറ്റിൻ്റെ കൂടെ തോറ്റുപോയി. അതേസമയം ലോഗൻ പോൾ, റാൻഡി ഓർട്ടൻ, കെവിൻ ഓവൻസ് ഇവരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് സ്റ്റിൽ US ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവർക്ക് സ്റ്റോറി ലൈൻ പോകുന്ന സമയത്ത് ലോഗൻ പോളിനെ തന്നെയാണ് ഭയങ്കരമായി കാണിക്കുന്നത്. അതായത് 2 പ്രാവശ്യത്തോളമൊക്കെ AJ സ്റ്റൈൽസിനാണ് ലോഗൻ പോളിൻ്റെ കയ്യിൽ നിന്ന് ഫിനിഷറെല്ലാം കിട്ടി ലീഡ് ചെയ്യുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ AJ സ്റ്റൈൽസിനെ ഇങ്ങനെയെല്ലാം കാണിച്ചതുകൊണ്ടും അതുപോലെ AJ സ്റ്റൈൽസിൻ്റെ റെസ്ലിംഗ് കരിയർ ഇനധികം ഇല്ലാത്തതുകൊണ്ടും ഈ റെസൽമേനിയയിൽ AJ സ്റ്റൈൽസ് ആണ് ലോഗൻ പോളിനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. പിന്നീട് AJ സ്റ്റൈൽസിന് നല്ല പുഷും കാര്യങ്ങളൊക്കെ കിട്ടി AJ സ്റ്റൈൽസ് WWE വിട്ട് അല്ലെങ്കിൽ റെസ്ലിംഗ് വിട്ട് മൊത്തത്തിൽ പോകും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ AJ സ്റ്റൈൽസിനും ഏകദേശം ലാസ്റ്റ് റൺ ആവാറായിട്ടുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസ് ആണ് എൻ്റെ പ്രൊഡിക്ഷൻ. ലോഗൻ പോൾ ഈ മാച്ച് ജയിക്കാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ജയിക്കാൻ പാടില്ല. അടുത്ത മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ച്. വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ, എലിമിനേഷൻ ചേംബർ വിന്നർ ബിയാങ്ക ബെല്ലർ, റിയ റിപ്ലി ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഇയോ സ്കൈ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയോ സ്കൈ ഇപ്പോഴാണ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ റിയ റിപ്ലി ഇനി തിരിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ബിയാങ്ക ബെല്ലറും ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. മുൻപേ തന്നെ ന്യൂസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ബിയാങ്ക ബെല്ലർ റെസൽമേനിയയിൽ വിൻ ചെയ്ത് വന്ന ആ ഒരു സ്ട്രീക്കെല്ലാം ഈ റെസൽമേനിയയിൽ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്തും ഇവരുടെ സ്റ്റോറി ലൈൻ നോക്കുന്ന സമയത്തും ഇയോ സ്കൈ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത്. അതായത് മാച്ചിൻ്റെ അവസാനം റിയ റിപ്ലി ബിയാങ്ക ബെല്ലർ ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് റിയ റിപ്ലിയോ ബിയാങ്ക ബെല്ലറോ ഫിനിഷർ ചെയ്യുന്ന സമയത്ത് ഇവരിൽ ആരെങ്കിലും എടുത്ത് റിങ്ങിന് പുറത്തേക്ക് ഇട്ട് മോൺസോൾട്ട് അടിച്ച് ഇയോ സ്കൈ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത്. അപ്പോൾ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൈമാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രൊഡിക്ഷൻ ഇയോ സ്കൈ. അടുത്ത മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഇത് സാധാരണ മാച്ചായിട്ടല്ല, ഫാറ്റൽ 4-way മാച്ചായിട്ടാണ് നടക്കുന്നത്. IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ, ഫിൻ ബാലർ, ഡൊമിനിക് മിസ്റ്റീരിയോ, പെൻഡ ഇവർക്കാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 പേരുടെ പേരാണ് വരുന്നത്. അതിൽ ഒന്നാമത് ഫിൻ ബാലറും
രണ്ടാമത് പെൻഡയുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് ബ്രോൺ ബ്രേക്കർ ജയിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രോൺ ബ്രേക്കറിന്റെ IC ചാമ്പ്യൻഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ സമ്മർ സ്ലാം ടൈമിലേക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പുഷ് ചെയ്യാനാണ് ഇപ്പോൾ ഇവർക്ക് താല്പര്യം. അതുകൊണ്ട് IC ചാമ്പ്യൻഷിപ്പ് ഈ ഫാറ്റൽ 4-way മാച്ചിൽ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പെൻഡ അല്ലെങ്കിൽ ഫിൻ ബെലറിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് പ്രൊഡിക്ഷനിൽ ഡൊമിനിക് മിസ്റ്റീരിയോ വിൻ ചെയ്തേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കങ്ങനെ തോന്നുന്നില്ല. എൻ്റെ പ്രൊഡിക്ഷൻ പെൻഡ അല്ലെങ്കിൽ ഫിൻ ബെലർ, ഇവരിൽ ഒരാൾ IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും. എനിക്ക് ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞേ പറ്റൂ. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഫിൻ ബെലർ വിൻ ചെയ്ത് IC ചാമ്പ്യൻ ആകും എന്നാണ്. അത് ചിലപ്പോൾ ലാസ്റ്റ് ഡൊമിനിക് ഫിനിഷറെല്ലാം ചെയ്ത് ഇവരൊന്നിച്ച് വർക്ക് ചെയ്യുന്നത് പോലെയും അവസാനം ഡൊമിനിക്കിനെ തന്നെ പറ്റിച്ചുകൊണ്ട് ഫിൻ ബെലർ ചാമ്പ്യൻഷിപ്പ് ജയിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ജഡ്ജ്മെന്റിന്റെ ടീമിന് സ്പാർക്ക് ഉണ്ടാക്കും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഫിൻ ബെലർ. ഇനി അടുത്ത മാച്ച് റെസ്സൽമേനിയ നൈറ്റ് 2-ലെ മെയിൻ ഇവന്റ് മാച്ച്. അപ്പോൾ ഈ മാച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ മാച്ചിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ആ മാച്ച് എന്താണെന്ന് ചോദിച്ചാൽ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് എലിമിനേഷൻ ചേംബർ വിന്നർ ജോൺ സീന. ഇവർക്കാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മാച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റോക്ക്, ട്രാവിസ് സ്കോട്ട് എല്ലാം വന്നുകൊണ്ട് ഈ മാച്ചിൽ ഇടപെടുന്നത് പോലെയെല്ലാം കാണിച്ചേക്കാം. അപ്പോൾ അവരെയെല്ലാം മറികടന്നുകൊണ്ട് കോഡി റോഡ്സ് ചിലപ്പോൾ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ജോൺ സീനയുടെ ലാസ്റ്റ് റൺ ആയതുകൊണ്ടും ജോൺ സീന ഇനി അധികം WWE ഇല്ലാത്തതുകൊണ്ടും ജോൺ സീനയ്ക്കാണ് വിജയസാധ്യത കൂടുതലായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതായത് സീനയ്ക്ക് ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ 17 ടൈം ചാമ്പ്യൻ എന്നുള്ള സ്വപ്നം ഇനി ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് ഈ റെസ്സൽമേനിയയിൽ എന്ത് ചീറ്റ് ചെയ്തിട്ടായാലും ജോൺ സീന നേടാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ മുകളിൽ സീന കോഡി റോഡ്സിനോട് ഈ മാച്ചിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ജോൺ സീന ഈ മാച്ചിൽ കോഡി റോഡ്സിനെ തോൽപ്പിക്കാൻ പോകുന്നത് ക്ലീൻ ആയിട്ടല്ല, വളരെയധികം ചീറ്റ് ചെയ്തുകൊണ്ടാണ്. റോക്ക് ഇവരുടെ എല്ലാം സഹായത്തോടൊക്കെ കൂടിയിട്ട്. അപ്പോൾ റോക്ക് തന്നെ സീനയുടെ പിന്നിലുള്ളത് കൊണ്ട് മാച്ചിൽ പല ചേഞ്ചസും ഇവർക്ക് വരുത്താൻ സാധിക്കും. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജോൺ സീന വിൻ ചെയ്ത് 17 ടൈം വേൾഡ് ചാമ്പ്യൻ ആകും എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് സീനയ്ക്ക് ഇത് വിട്ട വേറെ അവസരമില്ല. രണ്ട്, കോഡി റോഡ്സുമായിട്ടുള്ള സ്റ്റോറി ലൈൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് സമ്മർ സ്ലാമിൽ കോഡി റോഡ്സിനെയും ജോൺ സീനയ്ക്കും ചാമ്പ്യൻഷിപ്പ് മാച്ച് വീണ്ടും വെച്ചുകൊണ്ട് ജോൺ സീനയെ കോഡി റോഡ്സ് തോൽപ്പിച്ച് പിന്നീട് സീന ഫേസ് ടൈം ചെയ്ത് WWE വിട്ട് പോകുന്നത് പോലെയായിരിക്കും കാണിക്കാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ടാണ് സീനയുടെ പേര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചീറ്റ് ചെയ്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ കോഡി റോഡ്സിൻ്റെ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും പോകില്ല. സമ്മർ സ്ലാമിൽ ഇവർക്ക് വീണ്ടും സെറ്റ് ചെയ്യാനും പറ്റും മാച്ച്. ജോൺ സീനയുടെ സ്വപ്നവും നടക്കും. അപ്പോൾ ഇതാണ് റെസ്സൽമേനിയ നൈറ്റ് 2-ൽ എൻ്റെ പ്രൊഡിക്ഷൻ. ജോൺ സീന വിൻ ചെയ്ത് 17 ടൈം ചാമ്പ്യൻ ആകും എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നടക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല. കോഡി റോഡ്സും ചിലപ്പോൾ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയേക്കാം. എന്തായാലും എൻ്റെ പ്രൊഡിക്ഷൻ സീനയാണ്. അപ്പോൾ നോക്കാം റെസ്സൽമേനിയയിൽ എന്താണ് സംഭവിക്കുക എന്ന്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.